സാമ്പാറും ചമ്മന്തി അല്ലേ? ഒരു പരിപ്പടയോടെ കഴിച്ചാലോ? ഇതെന്താ കഴിക്കാം? എന്ന് ഞെരടി കഴിച്ചു നോക്കിയാൽ. അവിടെ വേണോ? അവിടെ ഇഡ്ഡലി വെറൈറ്റി കേട്ടോ, നല്ല ഇഡ്ഡലി കേട്ടോ. നിങ്ങൾ എപ്പോഴായാലും ഒരു പ്രാവശ്യമെങ്കിലും വണ്ടി വിളിച്ചായാലും ഇവിടെ വന്ന് കഴിച്ചിട്ടേ പോകാം. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഇതുവരെ കഴിച്ച ആഹാരം എന്തുവന്നും ഇനിയും കഴിക്കാൻ പോകുന്ന ആഹാരം എന്തുവന്നും മനസ്സിലാക്കണമെങ്കിൽ ഈ കടയിൽ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും. അതുപോലെ ഒരു കാര്യം ഇവിടെ നോക്കിക്കോട്ടെ, വട കണ്ടാലേ എടുത്ത് തിന്നാൻ തോന്നും. അല്ലെ, മുരിഞ്ഞ വട കിളിയാതിരിക്കും, ഒരു തുള്ളി എണ്ണയല്ല. കണ്ടാണോ വട ഉണ്ടാക്കി എങ്ങനെ ഇരിക്കണം? കൊള്ളാം, സൂപ്പർ. നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് എല്ലാവരും ഒന്ന് പരിചയപ്പെടാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. കാരണം പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ഏത് സംസ്ഥാനത്തായാലും എവിടെ പോയാലും ഏത് സ്ഥലത്ത് താമസിക്കുന്നവരായാലും ഒരു പ്രാവശ്യം ഈ ഒരു ചെറിയ കടയിൽ വന്ന് നിങ്ങൾ ആഹാരം കഴിക്കണം. ആഹാരം കഴിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും കഴിച്ച പാലപ്പവും അല്ലെങ്കിൽ ദോശയോ ഇഡ്ഡലിയോ വടയോ ഒന്നുമല്ല ഇവിടെ കിട്ടുന്നത്. അത്രയ്ക്കും നല്ല. ഞാനിപ്പം ഇൻട്രോ പറയാതെ നിങ്ങൾ ചിന്തിക്കുക അല്ല, ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കയറിയതാണ്. കാരണം ഞാൻ ആദ്യം ആഹാരം കൊള്ളാമോ എന്ന് നോക്കണം. കാരണം ആരെ പറ്റിക്കാനും പറ്റിക്കപ്പെടാനും പാടില്ല. നല്ല ആഹാരം കണ്ടിട്ട് തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കഴിച്ചവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയും വേണം ഇവിടുത്തെ ഫുഡ് അങ്ങനെ ഉണ്ടെന്ന്. അത്രയ്ക്ക് നല്ല ഫുഡ്. അതിൽ എപ്പോഴെങ്കിലും ഇതിലെ വന്നില്ലെങ്കിൽ പോലും വണ്ടി വിളിച്ചാലും ഇവിടെ വന്ന് ഒരു നേരം ആഹാരം കഴിക്കണം. എന്നാൽ നമുക്ക് ഈ കടയിലെ വിശേഷങ്ങളൊന്ന് കാണാം. അമ്മച്ചി, സുഖമാണോ? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് കിടക്കണം. മഹാദേവർ അനുഗ്രഹിച്ചു, ഒരു കുഴപ്പമില്ല. രാത്രി ഉറക്കമില്ലെന്നാ പറയുന്നത്. എത്രയോ വർഷം കൊണ്ടായില്ല ഉറക്കം. അന്ന് രാത്രിയിൽ ഇനി ചെല്ലിയ തുമര ഉഴുന്നൊക്കെ അരച്ച് പലഹാരം കൊണ്ടുവന്ന് ഇവിടെ ഇടുമായിരുന്നു. ഇപ്പോഴവര് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരും. അതല്ലേ നല്ലത്. അന്നേരം കൊണ്ടുവരുന്നോണ്ട് ചെലവാകും. പിന്നെ ഇങ്ങനൊക്കെ കാര്യങ്ങൾ പോന്നു. 1981 തൊട്ട് ഇവിടെ ഇരിക്കുക. 42 വർഷം കൊണ്ട് ഉറക്കമില്ല. ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെടുമായിരുന്നു. ഇപ്പം അവർക്ക് വിട്ടുകൊടുത്തു. കയ്യും കാലും ഒക്കെ വയ്യാതെ പ്രായമൊക്കെ ആയില്ലയോ. അതുകൊണ്ട് അവരും ചെയ്യട്ട് കുറെ കാലം. ചെയ്തു, ഇത്രയും കാലം ചെയ്തില്ലയോ. എന്നാലും ഇപ്പോഴും ആളുകൾ വരുന്നത് ലീലേച്ച എന്തിയാ ലീലേച്ച വരും. ലീലേച്ച എന്തിയാന്ന് പറഞ്ഞ ആളുകൾ വരുന്നതേ വെളുപ്പിനെ ഉണ്ട്. വർഷങ്ങൾ കൊണ്ട് വരുന്ന ഒരു സാറുണ്ട്, അതിപ്പോ വരും. പിന്നെ എല്ലാരും ഇവിടെ വന്ന് കാപ്പി കുടിച്ചിട്ട് പോകുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. വർഷങ്ങൾ കൊണ്ടേ ഉള്ള എല്ലാം ചത്തു, ഞാനേ ഉള്ളു ഇനി. എനിക്കിപ്പോ 78 കഴിഞ്ഞ് 79ാമത്തെ വയസ്സ്. എല്ലാം ഞാൻ ഉരുട്ടി ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി അവരെ എല്ലാം ചെയ്യുമായിരുന്നു. അന്ന് ബോണ്ടായിടും സൂഹിയാന്. ഇപ്പൊ ഐറ്റം കുറച്ചു. ഇപ്പൊ രാവിലെ ഇതിനാ ചെലവ് കൂടുതൽ. ഉഴുന്നുവടയും പരിപ്പുവടയും എല്ലാരും വാങ്ങിച്ചിട്ടേ കാപ്പി കുടിക്കാൻ വാങ്ങിക്കണേ. ബോണ്ടായി രാത്രി ഇതേ ഐറ്റം മൊത്തം ഉണ്ട്. ഈ 12 മണി മുതൽ ഉണ്ട് എല്ലാം ഉണ്ട്. 12 മണി തൊട്ടേ ഇതെല്ലാം വന്നു കഴിഞ്ഞു. കൊച്ചുമോനെല്ലാം കൊണ്ടുവരും വീട്ടിൽ നിന്ന്. അവനിപ്പോ ഉറക്കാൻ കയറി. അവന് ചെറിയ ആഹാരങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുക. വീട്ടിലെല്ലാം ശരിയാക്കുന്നത്. ദോശയും അപ്പവും മാത്രമേ. ഇഡലിയും വീട്ടിൽ നിന്ന് ശരിയാക്കും. വീടടുത്താ, തൊട്ടടുത്താ. വീടിന് ഇച്ചിരി ഇങ്ങോട്ട് വന്നാൽ മതി. ഞാനാ പോയില്ലയോ, അത് ഇങ്ങോട്ടാ. രാവിലെ അന്നേരം അമ്പലത്തിൽ പിന്നെ നിർമ്മല്യത്തിന് തൊഴാൻ ആളുകൾ വരും. വൃത്യാസമാകുമ്പോഴേ ഈ നിർമ്മല്യം തരാൻ 4:30 ആളുകൾ വരും. അതിന് മുമ്പിട്ട് ഇവിടെ ചായ ആവണം. എവിടെ? അമ്പലത്തിലോ? ഇവിടെ എവിടുന്നെല്ലാം ആണെന്നുള്ളത് ഇന്നലെ വന്ന് കൊല്ലക്കാരൻ, പിന്നെ ഇന്നലെ കോഴിക്കോട്ടുനിന്ന് വരുവാന്ന് പറഞ്ഞു. ഒരു സ്ത്രീയും 2 പുരുഷന്മാരും, കോഴിക്കോട്ടുകാരൻ.
അവർ അടൂർ ഏതാണ്ട് കാര്യത്തിന് വന്ന കൂട്ടത്തിൽ ഇവിടെ ഇവിടം വരെ വന്നു വന്നു. നമ്മുടെ ആഹാരം കഴിക്കാൻ വന്നു. ഇതാന്നോ ലീല ചേച്ചിയുടെ കടയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞാന്നു. ആ, ആ. അങ്ങനെയൊക്കെ കേൾക്കുമ്പോ സന്തോഷമുണ്ടോ? പിന്നെ ലീല ചേച്ചിയുടെ കടയെന്ന് പറയുമ്പോ ഒരു പ്രത്യേകതയല്ലയോ. അവര് വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നല്ല ആഹാരമാന്ന് പറയും. കൊല്ലക്കാര് 3-4 പേര് വന്നായിരുന്നു ആദ്യം. അവര് പത്തനംതിട്ട പോകാൻ വന്നതാ. അപ്പം പിന്നെ ഇതിന്റെ ഇത് കണ്ടും കൊണ്ട് അവര് ഇവിടെ ഇതില് റോഡിൽ വന്നിട്ട് ഇവിടെ വന്ന് കാപ്പി കുടിച്ചു. കടയ്ക്ക് പ്രത്യേകിച്ച് ബോർഡൊന്നും ഇല്ലല്ലോ. ഇല്ല. പേരില്ലാത്ത കടയാ. ബോർഡ് നമുക്ക് ലീല ചേച്ചി മതി. വരുന്നവർ ഇങ്ങനെ പറഞ്ഞാൽ മതി, ലീല ചേച്ചി എന്ന് പറഞ്ഞാൽ മതി. ഫേമസ് ആണല്ലോ, എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. പിന്നെ കൊല്ലത്തുനിന്ന് വന്നവര് 3-4 പേരുണ്ടായിരുന്നു. അവര് വന്ന് കാപ്പി കുടിച്ചു. ഒരാള് 2 ദോശ, ഒരാള് 2 ദോശ, ഒരാള് 2 ദോശ കഴിച്ചു ചൂടോടെ. കഴിച്ചു വെച്ച് പിന്നെ അവര് ഒരു അപ്പം വാങ്ങിച്ചു വെച്ച് സൂപ്പറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നന്നായിരിക്കട്ടെ, അതല്ലേ നമുക്ക് നല്ലത്. ഇനി ഞങ്ങള് ഇതിലെവിടെ വരുമ്പം വരാം, പത്തനംതിട്ട പോവാം, പോയിട്ട് ഇനി ഞങ്ങൾ ഇതിലെവിടെ വരുന്ന കൂട്ടത്തിൽ ഇവിടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ ശരി. അല്ല എന്തുവാ ചെറുകെ പറഞ്ഞ അറിയണ്ട. ഒരു 5 ഇഡ്ഡലി നിങ്ങൾ സ്ഥിരം ആളുകളാണോ? സ്ഥിരം ഇവിടുത്തെ കസ്റ്റമറാണ്. 5 ഇഡ്ഡലി വാങ്ങി പാഴ്സലായിട്ട് കൊണ്ടുപോകുന്നു. അത് നമ്മള് മീൻ കൊടുത്തിരുന്ന മേടിക്കാറ്. ആ ശരിയാ. അപ്പൊ ഞാനാ ഒരു ചായ കൂടെ മുരിഞ്ഞത് വേണം. എനിക്ക് ഒരു ചായ ഇച്ചിരി അല്ല ചമ്മന്തി. അപ്പൊ ലൈവായിട്ട് കഴിക്കും. ഇങ്ങനെ വരുന്നവർക്ക് ഞാൻ പറഞ്ഞില്ലയോ, പാത്രമൊന്നും വേണ്ട. വേണ്ട. അവര് വരുമ്പോ അവർക്ക് ചൂടോടെ കഴിക്കണം. ചെറുകടികൾ കഴിക്കുന്നതിന് ഇവിടെ അപ്പം കഴിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരുക, ചമ്മന്തി എടുത്തിടുക, കഴിക്കുക. പാത്രം വേണ്ട, ഒന്നും വേണ്ട, ഇലയും വേണ്ട, പാത്രവും വേണ്ട, അവരുടെ കൈ മതി. ഷവർമ കഴിക്കുന്നതിലൂടെ ഇവിടുത്തെ ഷവർമയാണല്ലേ വരുന്നവർക്കല്ല ഇതാ ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം. അതല്ലേ ചുട്ടിടുന്നേ. അപ്പോ അല്ലേ കടി കഴിക്കുന്നതിലൂട്ട് പുതിയൊരു അനുഭവമാണല്ലോ. ഇപ്പൊ വരുന്നവർക്കെല്ലാം ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം, ചൂടോടെ എടുത്ത് കൊടുക്കുന്നതും. അവര് തന്നെ എടുത്ത് കഴിച്ചോളും. നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട, എടുത്ത് കഴിച്ചോന്നു. അപ്പൊ വരുന്നവര് ഒരപ്പം എടുത്ത്. നമ്മള് രാത്രിയിലൊക്കെ കൂടുതലും നമ്മുടെ ഈ നാട്ടുകാരായിരിക്കുന്നില്ല. അല്ലല്ല, ദൂരേന്ന് ഇവിടൊക്കെ ഉള്ള ആളുകൾ വരും. ഇതിലൂടെ പോകുന്ന ജനങ്ങളെല്ലാം വരും കാപ്പി. ഇവിടെ ഇതിലൂടെ പോകുന്ന എത്ര വണ്ടിക്കാരുണ്ടേലും വള്ളക്കാരുണ്ടേലും ഇവിടെ വന്ന് കാപ്പിയും കുടിച്ചിട്ടാ അവര് പോകുന്നത്. രാത്രിയിൽ ഭയങ്കര ആളല്ലേ? ആ ശരിക്കും ആളുണ്ടായിരുന്നു ഇച്ചിരി മുമ്പേ. ഞാൻ അന്നേരം അവരോട് പറഞ്ഞു ഇവിടെ ഇരിക്കേ, ഇനിയിപ്പൊ ഇച്ചിരി കഴിയുമ്പോ ഇലക്ട്രിസിറ്റിക്കാരല്ല. അമ്പലത്തിന് തെക്ക് വശം, ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ തെക്ക് വശം മൂല. നമ്മുടെ സ്ഥലം പറഞ്ഞില്ല. കലഞ്ഞൂർ ജംഗ്ഷൻ. ഇച്ചിരി പടിഞ്ഞാറോട്ട് വന്ന് തെക്കേ പടിഞ്ഞാറ് വന്നിട്ട് അമ്പലത്തിൽ തെക്ക് വശം മൂല. കലഞ്ഞു വന്നിട്ട് ലീലാമ്മയുടെ കടയിൽ ചോദിച്ചാൽ മതി, എല്ലാരും പറയും. രാവിലെയോ? എത്ര മണിയാകുമ്പോ വരും ഇവിടെ? ഇവിടെ നമ്മളൊരു 4:30 വരും. ആണോ? 4:30 വന്നിട്ട് ചായ കുടിച്ചിട്ടാണോ പോകുന്നത്? ആണോ? വർഷങ്ങളുണ്ട്. അത് ശരി. കടയെ പറ്റി എന്തുകൊണ്ട് അഭിപ്രായം? കടയെ പറ്റി നല്ല കടയാണ്. നമ്മള് വർഷങ്ങളോട് കാപ്പി കുടിക്കുന്ന കടയാണത്. ഇവിടുത്തെ പ്രധാന ഉഴുന്നോട, പരിപ്പോട, അപ്പം, ഇഡലി, ദോശ, അങ്ങനെ പിന്നെ പിടിച്ചമന്തി, മന്തി, സാമ്പാറ്, പിന്നെ ചമ്മന്തിക്കറി ഒക്കെയാണ് ഇവിടുത്തെ കാപ്പി കുടിക്കാൻ. കാരണം ഇവിടെ ഇത് പൂ പോലുള്ള അപ്പം, വെള്ളയപ്പം, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അടിപൊളി അപ്പം. ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്, ബെഞ്ച് എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊന്നുമില്ല, വേറെ ലെവലാ. അപ്പം കഴിക്കാം. എന്നാലേ തേങ്ങ അരച്ച് കലക്കി ചമ്മന്തി ഒഴിക്കട്ടെ. ഓക്കെ വഴി. ഇവിടെ ഇങ്ങനെ കഴിക്കുന്നവർ ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ വന്ന മുമ്പിൽ കാണുന്ന എല്ലാം കൈവെള്ളയില് അപ്പം വെച്ച് കഴിക്കുന്നവരൊക്കെയാ. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ചമ്മന്തിയാ. ഉള്ളി ഉണ്ടെന്നായിരുന്നു മുരളി, മുട്ടയുടെ ഉള്ളി.
ഇനി എരിയുള്ള ഒരു ചമ്മന്തി ഉണ്ട്. ഇതെന്താ ചമ്മന്തി അമ്മേ? അതാ ഉള്ളി ചമ്മന്തി. ഉള്ളി ചമ്മന്തി. ഇതാ ഇതാ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഉള്ള ചമ്മന്തി. ഇവിടെ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു സാധനമാണ് ഈ ഉള്ളി ചമ്മന്തി. എങ്ങനെയുണ്ടോ നോക്കിക്കാ. അതെ, ഓ ഉള്ളി എണ്ണ ഇതിന്റെ ട്രേഡ് സീക്രട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നും. അതെ, കൈപ്പുണ്യോ? കാരണം ഇത്രയും കൊല്ലം കൊണ്ട് ഇവിടെ ഉള്ളവർ ഉണ്ടാക്കി നോക്കിട്ട് ആവത്തില്ല. പിന്നെ എന്ന് പറയാൻ എങ്ങനെയാണ്? അത് ശരി. കാര്യം വെറുതെ പറയല്ല, ഈ അപ്പം പലയിടത്തും കഴിച്ചിട്ടുണ്ട്, പക്ഷെ സംഭവം വേറെ ലെവലാകട്ടോ. ചുമ്മാ നല്ല ദൂരെ നിന്നൊക്കെ ആളുകൾ ഓടി ഇവിടെ വരുന്നത്. വേണോ?